ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് എന്ന് വെച്ചാൽ സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും വിശ്വാസത്തിൻ്റെയും സങ്കടത്തിൻ്റെയും ഒക്കെ കൂടി ഇടകലർന്നിട്ടുള്ള ഒരു എപ്പിസോഡ് തന്നെയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ അലീനയെ പറഞ്ഞു വിട്ട് വൈജയന്തി മക്കളെയൊക്കെ കോളേജിലേക്കും സ്കൂളിലേക്കും ഒക്കെ പറഞ്ഞു വിടുകയാണ്. ബാലചന്ദ്രനാണെങ്കിൽ അലീന കൊടുത്ത ആ ക്യാഷും പിടിച്ചിങ്ങനെ സങ്കടത്തോടെ നിൽക്കുക കേട്ടോ. എന്ത് ചെയ്യണം എന്നറിയാണ്ട് അലീനയാണെങ്കിൽ ഇറങ്ങി പോകുന്നുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് ആ വീട്ടിലേക്കൊന്ന് തിരിഞ്ഞു നോക്കി സങ്കടപ്പെടുവാണ് കേട്ടോ. ആ സമയത്തായിരിക്കും ആര് വരിക? നമ്മുടെ മനുവേട്ടൻ വരുന്നത്. അലീന മനുവിനെ കണ്ടതും സങ്കടം കൊണ്ട് എന്ത് പറയണമെന്നറിയാതെ സ്തംഭിച്ചങ്ങ് നിന്ന് പോവാണേ. മനു ആണെങ്കിലോ നിഷ്കളങ്കമായിട്ടുള്ള ഒരു പുഞ്ചിരിയോടുകൂടി നമ്മുടെ അലീനയുടെ അടുത്തേക്ക് നടന്നു വരുവാണേ. മനു വന്നതും ഹായ്, ഗുഡ് മോർണിംഗ്. അല്ല, രാവിലെ തന്നെ ഈ ബാഗൊക്കെ എടുത്ത് എങ്ങോട്ടാ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ അലീന പറയും, ഞാൻ പോവാ മനുവേട്ടാ, എന്നെ ഇവിടുന്ന് പിരിച്ചു വിട്ടു എന്നങ്ങ് പറഞ്ഞതും മനു ചോദിക്കുന്നുണ്ട്, പിരിച്ചു വിടേ? ആര്? എന്തിന്? അത് മനുവേട്ടൻ അവരോട് തന്നെ ചോദിച്ചാൽ മതി. ഞാൻ അവരോട് ചോദിച്ചോളാം, പക്ഷേ എനിക്ക് നിന്റെ മറുപടി കിട്ടണം. എനിക്കൊരു മറുപടിയും പറയാനില്ല എന്ന് പറയണേ അലീന. എനിക്ക് ഇവിടെ നിന്നൊന്ന് പോയാൽ മതി. നീ എന്നോടല്ലേ മറുപടി പറയേണ്ടത്? ഞാൻ നിന്നെ സ്നേഹനികേതനത്തിൽ നിന്ന് എടുത്തോണ്ട് വന്നതല്ലേ? ബാലചന്ദ്രൻ അങ്കിൾ എൻ്റെ കൂടെ കൂട്ടുവന്നേ ഉള്ളൂ. അപ്പോൾ അലീന പറയും, ഞാൻ ചെയ്യാത്ത കുറ്റങ്ങളില്ല മനുവേട്ടാ. സ്വർണത്തിനും പണത്തിനും വേണ്ടി ഞാൻ മാന വരെ വിറ്റു. ഞാൻ സാറിൻ്റെ പെട്ടിയിൽ നിന്നും പണം വരെ മോഷ്ടിച്ചു. ഇല്ലെന്ന് എത്ര പറഞ്ഞിട്ടും ആരും തന്നെ വിശ്വസിക്കുന്നില്ല. പിന്നെ ഞാൻ എല്ലാം സമ്മതിച്ചു. എനിക്കങ്ങ് തിരിച്ചു പോവാലോ എന്നങ്ങ് പറയുമ്പോൾ നമ്മുടെ മനു പറയും, തൽക്കാലം നീ ഇവിടെ നിൽക്ക്. വേണ്ട മനുവേട്ടാ, നീ പറയുന്നത് അനുസരിക്കേണ്ട അലീന എന്നും പറഞ്ഞ് പറയും, നീ പൊയ്ക്കോ, നിന്നെ ഇവിടെ ആരും തടയുകയൊന്നുമില്ല. പക്ഷേ നീ തെറ്റൊന്നും ചെയ്തില്ലെങ്കിൽ അത് ക്ലാരിഫൈ ചെയ്തിട്ട് വേണം പോവാൻ. എന്നിട്ട് കാറിലേക്ക് നോക്കി ക്ലാപ്പ് ചെയ്യാണ് കേട്ടോ. ഇറങ്ങി വാടാ ഹരി എന്ന് പറയുമ്പോൾ ഹരി ഇങ്ങനെ ഇറങ്ങി വരികയാണ് കേട്ടോ. ഹരിയാണെങ്കിൽ നോക്കുന്നത് അലീനയെ. അലീന അപ്പോൾ ഒന്നും മനസ്സിലാകാതെ നമ്മുടെ മനുവിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് അലീനയോട് മനു പറയുന്നുണ്ട്, നീ ഇവിടെ നിൽക്കണ്ട, അങ്ങോട്ടേക്ക് കയറിയിരുന്നേക്ക്. നിന്നെ റോട്ടിലൂടെ പോരുന്നവർ കാണണ്ട അഭയാർത്ഥിയെ പോലെ നിൽക്കുന്നത് എന്നും പറഞ്ഞ് ഹരിയെയും വിളിച്ചോണ്ട് ബാലചന്ദ്രന്റെ വീട്ടിലേക്ക് കയറി പോവാണ് കേട്ടോ.